കോമിക്സിൽ ഏറ്റവും പവർഫുൾ ആയ വില്ലൻ ആരാണ്? ഹീറോസിനെ കുറിച്ച് ഞാൻ മുൻപൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. സോ ഈ വീഡിയോയിൽ നമുക്ക് വില്ലൻസിന്റെ പവർ അനുസരിച്ച് അവരെ പല ടിയേഴ്സ് ആയിട്ട് അറേഞ്ച് ചെയ്യാം. മാജിക്കിന്റെയും വെപ്പൺസിന്റെയും സഹായമില്ലാതെ റോ സ്ട്രെങ്ത് വെച്ചിട്ടാണ് ഈ കമ്പാരിസൺ. ആദ്യം നമുക്ക് ബ്രോൺസ് ടിയർ നോക്കാം. ജോക്കർ, കിങ് പിൻ, ടു ഫേസ്, റെഡ് സ്കൾ തുടങ്ങിയവരാണ് ഈ ലിസ്റ്റിൽ ഉള്ളത്. ഫിസിക്കലി ഇവർ വലിയ സ്ട്രോങ് അല്ല. ബുദ്ധി കൊണ്ടും വെപ്പൺസിന്റെ സഹായം കൊണ്ടുമാണ് ഇവർ ജയിക്കുന്നത്. ഇനി അടുത്തത് സിൽവർ ടിയർ ആണ്. ഒരു ഹ്യൂമന് അച്ചീവ് ചെയ്യാൻ പറ്റിയ പീക്ക് സ്ട്രെങ്ത് ആണ് ഇവരുടെ ശക്തി. ബെയിൻ, സേബർ ടൂത്ത്, ക്രേവൻ, ഡെത്ത് സ്ട്രോക്ക് തുടങ്ങിയവരാണ് ഈ ലിസ്റ്റിൽ ഉള്ളത്. 100 പേരെയൊക്കെ ഇവർക്ക് പുഷ്പം പോലെ അടിച്ചിടാൻ പറ്റും. ഇനി അടുത്തത് ഗോൾഡ് ടിയർ ആണ്. സൂപ്പർ ഹ്യൂമൻസ് എന്ന് നമുക്ക് ഇവരെ വിളിക്കാം. കാറും ലോറിയും ഒക്കെ ഇവർക്ക് പുഷ്പം പോലെ പൊക്കാൻ പറ്റും. ലിസാർഡ്, വെനം, കില്ലർ ക്രോക്ക്, അബോമിനേഷൻ തുടങ്ങിയവരാണ് ഈ ലിസ്റ്റിൽ വരുന്നത്. ഇനി അടുത്തത് പ്ലാറ്റിനം ടിയർ ആണ്. ഭൂമിയിലെ ഒരു ശക്തിക്കും ഇവരെ തോൽപ്പിക്കാൻ പറ്റില്ല. സ്റ്റെപ്പൻ വൂൾഫ്, മോങ്കുൾ, ജഗർനോട്ട് തുടങ്ങിയവരാണ് ഈ ലിസ്റ്റിൽ വരുന്നത്. ഇനി അടുത്തത് ഡയമണ്ട് ടിയർ ആണ്. പ്ലാനറ്റ് ലെവൽ കില്ലേഴ്സ് എന്ന് ഇവരെ നമുക്ക് വിളിക്കാം. ഇവർ വിചാരിച്ചാൽ ഒരു കോണ്ടിനെന്റിനെ വരെ ഇവർക്ക് രണ്ടായിട്ട് പിളർത്തി കളയാൻ പറ്റും. താനോസ്, ഡൂംസ്ഡേ, ഡാർക്ക് സീഡ്, ബ്ലാക്ക് ആഡം തുടങ്ങിയവരാണ് ഈ ലിസ്റ്റിൽ വരുന്നത്. ഇനിയുള്ളത് ക്രൗൺ ടയർ ആണ്. കോസ്മിക് ലെവൽ എന്ന് ഇവരെ നമുക്ക് വിളിക്കാം. ഇവരുടെ മുന്നിൽ ഭൂമി അടക്കമുള്ള മറ്റ് ഗ്രഹങ്ങളൊക്കെ എള്ളുണ്ടയും ജിലേബിയും പോലെയാണ്. ഗലാക്ടസ്, നള്ള്, ഇംപീരിയക്സ്, ആന്റി മോണിറ്റർ തുടങ്ങിയവരാണ് ക്രൗൺ ടിയറിൽ വരുന്നത്. ഇനി അടുത്തത് ഗോ ടിയർ ആണ്. ഗാലക്സി ലെവലിലാണ് ഇവരുടെ കളികൾ. വേൾഡ് ഫോർജർ, ദ ബിയോണ്ടർ, ഫസ്റ്റ് ഫേർമമെന്റ്, പെർപെച്വ തുടങ്ങിയവരാണ് ഈ ലിസ്റ്റിൽ വരുന്നത്. ഇനി നമുക്ക് അവസാനത്തെ ടിയർ നോക്കാം, കോസ്മിക് ടിയർ. ഇവർക്ക് മുകളിൽ ആരുമില്ല. യൂണിവേഴ്സ് സൃഷ്ടിച്ചത് തന്നെ ഇവരാണ്. ഇവർ വിചാരിച്ചാൽ പുതിയ യൂണിവേഴ്സ് ഉണ്ടാക്കാനും പറ്റും. ദ വൺ എബവ് ആൾ, ദ പ്രസൻസ്, ലൂസിഫർ, മോർണിംഗ് സ്റ്റാർ, ലിവിംഗ് ട്രിബ്യൂണൽ തുടങ്ങിയവരാണ് ഈ ലിസ്റ്റിലുള്ളത്.